ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എജുബോർഡ് മക്കളെ. എല്ലാവർക്കും എജുബോർഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് പിടികിട്ടാ പുള്ളികൾ എന്ന് പറഞ്ഞ് ഞാൻ ചേർത്ത് വേറെ ഒന്നുമല്ല. കഴിഞ്ഞ കുറേ തവണയായിട്ട് നമ്മളായിട്ട് ഇങ്ങനെ വട്ടം കളിപ്പിക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു വരാൽ മീൻ എന്ന് പറയാറുണ്ടല്ലേ, കയ്യിൽ നിന്ന് വഴുതി പോകുന്ന മീൻ പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇത്തവണത്തെ ക്രിസ്മസ് പരീക്ഷ, അതായത് ഈ ഡിസംബർ 19-ാം തീയതി നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന നിങ്ങളുടെ +2 ലെവൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള പക്കാ പ്രഡിക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 11ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് പഠിച്ചാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 40 മാർക്കിൻ്റെ അടുത്തേക്കുള്ള സ്കോറുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളെ നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്നുള്ളത്. ഇനി ഇതല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അതിന് മുൻപായിട്ട് ഏതൊക്കെയാണ് ചോദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾ ചോദിച്ചിരുന്നത് ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് 8 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന ചോദ്യം ഒരുപക്ഷെ ഇതായിരിക്കും. നിങ്ങളുടെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മിക്കവാറും ഉണ്ടാവും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസാന ഭാഗത്തായിരിക്കും. അപ്പോൾ ഇത്തവണത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം കാണാം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ നാഷണൽ ഇൻകം ഉണ്ടല്ലോ, ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഒരു മെത്തേഡ് ചോദിക്കും. ഒരു മെത്തേഡല്ല, 3 മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആൻഡ് പ്രൊഡക്റ്റ് മെത്തേഡ്. നമ്മളിതിനെ സാധാരണ പറയുന്ന രീതിയാണ് പൈ മെത്തേഡ് എന്ന് ചുരുക്കി പറയാറുണ്ട് അല്ലേ. പൈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് 3ഉം പഠിച്ചോ പരീക്ഷയ്ക്ക് 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കോളും. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈക്രോയിലെ, നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിന് ഒഴിച്ചു കൂടാനാവാത്ത ആ ചോദ്യം ഇതായിരിക്കും. പ്രൈസ് സീലിങ്ങോ അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോറോ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ രണ്ടും ചോദിക്കും. 5 മാർക്കിലേക്കും ആ ചോദ്യം വരിക. എന്താണ് തറവില അല്ലെങ്കിൽ എന്താണ് വില പരിധി എന്ന് പറഞ്ഞ സംഭവം ചോദിക്കാറുണ്ട്. അതിൻ്റെ എഫക്റ്റ് കൂടി അല്ലെങ്കിൽ ഇമ്പാക്റ്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം പരീക്ഷ പേപ്പറിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത് നോക്കിക്കോളൂ. നമുക്ക് അടുത്ത് നോക്കുന്നത് 8 മാർക്കിന് വീണ്ടും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. എന്താ പറഞ്ഞത്? ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മൈക്രോയിലെ 4th ചാപ്റ്റർ. ഓക്കെ, മൈക്രോയിലെ 4th ചാപ്റ്റർ ലോകത്തില്ലാത്തൊരു സംഗതിയെക്കുറിച്ചാണ് പഠിക്കുന്നത്, പെർഫെക്റ്റ് കോമ്പിനേഷനെ കുറിച്ച്. ആ പെർഫെക്റ്റ് കോമ്പിനേഷനിൽ നമുക്ക് പെർഫെക്റ്റ് കോമ്പിനേഷനിലെ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ ചോദിക്കും. അപ്പോൾ നോക്കിക്കോളൂ, ആ ചോദ്യത്തിൽ ചോദിക്കുന്ന പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ചോദിച്ചാലും 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻസ് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രാഫ് അടക്കം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആ ഗ്രാഫ് അടക്കമുള്ളതാണ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോ, അത് പരീക്ഷയ്ക്ക് ചോദിക്കും. 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ കാൽക്കുലേറ്റ് GDP യൂസിങ് എക്സ്പെൻഡിച്ചർ ഓർ ഇൻകം മെത്തേഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു മെത്തേഡിൽ 3 2 എക്സ്പെൻഡിച്ചർ ഇൻകം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് തന്നിട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് തരും. ആ വാല്യൂസ് വെച്ചിട്ട് ഒന്നുകിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിലോ അല്ലെങ്കിൽ ഇൻകം മെത്തേഡിലോ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇക്വേഷൻസ് കംപ്ലീറ്റ് കറക്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇക്വേഷൻസ് കംപ്ലീറ്റ് കറക്റ്റ് പഠിച്ചു വെക്കുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അപ്പം അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. നമ്മുടെ RBI ഉണ്ടല്ലോ, RBI കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ 3rd ചാപ്റ്റർ. ഓക്കെ, മാക്രോയിലെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ RBI കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് അഥവാ മോണിറ്ററി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ബൈ RBI എന്ന് പറയും. കൺട്രോൾ ടു മണി സപ്ലൈ, നമ്മുടെ എക്കോണമിയിൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI യൂസ് ചെയ്യുന്ന കുറച്ച് ടൂളുകളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവും പഠിച്ചിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവും പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായിട്ട് മൊത്തം ഒരു 10 ടൂളുകളോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചു വെച്ചോ, ഒന്നുകിൽ 5 മാർക്ക് അല്ലെങ്കിൽ അത് നേരെ എസ്സേ ക്വസ്റ്റ്യനിലായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാത്രം തന്നെ, ചെറിയ മാർക്കിൻ്റെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. തൽക്കാലം അത് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. വലിയ മാർക്കിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് 5 മാർക്കിൻ്റെ ചോദ്യം ഇതാണ്: നാഷണൽ ഇൻകം ഡിറ്റർമിനേഷൻ. നാഷണൽ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ 2 സെക്ടർ എക്കോണമി എന്ന് പറയുമ്പോൾ എന്തല്ല, എല്ലാവരും കരുതും ഫേംസും ഹൗസ് ഹോൾഡും പോകുന്ന ഇങ്ങനെയുള്ള ഈ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടല്ലോ 2 സെക്ടർ എക്കോണമിയെ കുറിച്ച്. ഇതല്ല ഇവിടെ നമ്മളോട് ചോദിച്ചുള്ളത്. നാഷണൽ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ X-ആക്സും Y-ആക്സും വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Y = AS എന്ന് പറയുന്ന ഒരു ഭാഗം വെച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് നിങ്ങളോട് എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം ഇൻകം കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം ഡിറ്റർമിനേഷൻ നിങ്ങളോട് പറയും. ആ നാഷണൽ ഇൻകം ഡിറ്റർമിനേഷൻ്റെ ക്വസ്റ്റ്യൻ 5 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1929. നമുക്കറിയാം അന്ന് ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ ലോക സാമ്പത്തിക മാന്ദ്യം നടന്ന വർഷമാണ്, ലോക സാമ്പത്തിക പ്രതിസന്ധി നടന്ന വർഷമാണ് 1929. അല്ലെങ്കിൽ മോഡേൺ മാക്രോ എക്കണോമിക്സ് തുടങ്ങിയ വർഷമാണ്. ആ വർഷം തൊട്ട് തുടങ്ങി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൈക്രോയിലെ
നമ്മുടെ മാക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഈ മാക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ 4 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം. വൃത്തിയായിട്ട് പഠിച്ചേക്കുക. 4 മാർക്കിന് ഇതാണ് അവിടുന്ന് വരാൻ ചാൻസുള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം പരീക്ഷയ്ക്ക് മിക്കവാറും നിങ്ങളുടെ പേപ്പറിലുണ്ടായിരിക്കും. നോക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിൽ വ്യത്യാസപ്പെടുത്തിയിട്ട് 2-3 ഫാക്ടേഴ്സ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ, നാഷണൽ ഇൻകം. നമുക്കറിയാം ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റാണ്. എന്നാൽ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? മാക്രോ എക്കണോമിക്സ് കോൺസെപ്റ്റാണ് അല്ലേ. ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തരാം. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കുക. 2 മാർക്കിനായിരിക്കും ആ ചോദ്യം ഉണ്ടാവുക. അപ്പോൾ ചെറിയൊരു മാർക്കിൻ്റെ ഒരു ചോദ്യം ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ 4 മാർക്കിനുള്ള ഒരു ചോദ്യമാണ്. മിക്കവാറും പേര് സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു ഭാഗമാണിത്. പലരും പാഠത്തിൻ്റെ അവസാന ഭാഗമായതുകൊണ്ട് വായിക്കാതെ വിടും. അങ്ങനെ ചെയ്യരുത്. പരീക്ഷയ്ക്ക് ഷുവറായിട്ട് വരാൻ ചാൻസ് കൂടുതൽ ക്വസ്റ്റ്യനാണ്. 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക്, ഒന്നുകിൽ 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ ഇതായിരിക്കും. വെൽഫെയർ ഇൻഡെക്സ് ആയിട്ട് ഒരു വെൽഫെയർ അഥവാ നമ്മുടെ ക്ഷേമത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി GDP ഉപയോഗിക്കാൻ പറ്റുന്ന ചോദ്യം വരിക. GDP ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. വൃത്തിയായിട്ട് നോക്കി വെച്ചോളൂ. പരീക്ഷയ്ക്ക് ആ ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ മോഡൽ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ പറഞ്ഞ ഫേംസ്, ഹൗസ് ഹോൾഡ് ഇവർക്കിടയിൽ നടക്കുന്ന സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് പറഞ്ഞാൽ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. വൃത്തിയായിട്ട് പഠിച്ചേക്കുക. 4 മാർക്കെങ്കിലും മാക്സിമം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ചോദ്യം നിർബന്ധമായിട്ട് നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ TVC, TFC, AFC, AC, ABC, MC എന്ന് പറഞ്ഞ കോസ്റ്റ് കർവുകൾ അല്ലേ. നമ്മൾ പഠിച്ചുള്ള പലതരം കോസ്റ്റുകളുണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 7 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ 7ഉം വൃത്തിയായിട്ട് പഠിച്ചേക്കുക. ഇത് പരീക്ഷയ്ക്ക് ഒരു ടേബിൾ ആക്കിയിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഒരു ടേബിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ടേബിൾ ഫോർമാറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് വരിക. മിക്കവാറും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ ഈ ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇത്രയും ചോദ്യങ്ങൾ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങളോട് പറയാനുള്ള കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ കണ്ടിട്ടുണ്ടല്ലോ. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ ഈ കോൺസെപ്റ്റിനെ കുറിച്ച് ചോദ്യം വരാം. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഉള്ളതാണ്. ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. എങ്കിലും നോക്കി വെക്കുക. കൺസ്യൂമർ ഇക്വിലിബ്രിയം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഭാഗമാണ്. അതേപോലെ മറ്റൊന്നാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഓക്കെ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിക്കുക. വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന 3rd ചാപ്റ്ററിലെ നമ്മുടെ ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. നോക്കി വെക്കുക. പിന്നെ അതോടൊപ്പം നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ QD/QS പ്രോബ്ലം. ഓക്കെ, QD/QS പ്രോബ്ലം ഉണ്ട്. ഇതും കൂടി എന്ത് ചെയ്യുക വൃത്തിയായിട്ട് നോക്കിക്കുക. അപ്പം ആകെ മൊത്തം ഒരു 15ഓളം ചോദ്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഈ 15 ചോദ്യങ്ങൾ മാത്രം പഠിക്കുന്ന വഴി നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് പഠിച്ചാൽ തന്നെ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഭാഗങ്ങൾ വൃത്തിയായിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം 19-ാം തീയതി പരീക്ഷ പേപ്പറിന് മുമ്പിൽ നമ്മൾ എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൂടെ ഉണ്ടാവും. നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എജുബോർഡിൻ്റെ ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല ലൈവിൻ്റെ മുൻപായിട്ട് തന്നെ നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതെല്ലാം കണ്ടുപഠിക്കുക. പിന്നെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്തിട്ട് ലൈവിൽ വരിക. ലൈവിൽ നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. വൺസ് അഗൈൻ ഇറ്റ്സ് മീ Sal Sabin signing out from Edubot. Happy learning all. Bye.